ഹിരണ്യഗർഭം എന്ന പുരാതന ചടങ്ങ് പുനരാവിഷ്കരിച്ച് കോട്ടയം സൂര്യകാലടി മന. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ സമയം നടത്തപ്പെടുന്ന അധികാരപരമായ ചടങ്ങായിരുന്നു ഹിരണ്യഗർഭം. പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപത്തെയും എല്ലാത്തിന്റെയും ഉറവിടമായ ബ്രഹ്മത്തെയുമാണ് ചടങ്ങിലൂടെ പ്രതീകവത്കരിക്കുന്നത്. തിരുവിതാംകൂറിൽ സാമന്തനായ കിരീടാവകാശിയെ സാമന്ത ക്ഷത്രിയനാക്കുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. ഈ ചടങ്ങിന് ശേഷമാണ് രാജാവായി പട്ടാഭിഷേകം നടത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഹിരണ്യഗർഭത്തെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കോട്ടയത്തെ സൂര്യകാലടി മനയിൽ. പൂജാതി കർമ്മങ്ങൾക്കൊപ്പം പ്രതീകാത്മകമായി നിർമ്മിച്ച ഗോമാതാവിനുള്ളിലൂടെ ഒരാൾ കയറി ഇറങ്ങുന്നതാണ് ചടങ്ങ്. ചടങ്ങിനു ശേഷം പാപകർമ്മ ദോഷങ്ങൾ മാറി പുതിയ മനുഷ്യനായി പുനർജനിക്കുന്നു എന്നതാണ് വിശ്വാസം. ഏതെങ്കിലും തരത്തിലുള്ള ജാതകവശാലുള്ള ദോഷങ്ങൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരു നൂതന ജന്മം നടത്തി പഴയ കർമ്മങ്ങളെയൊക്കെ പരിത്യജിച്ച് അതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ പരിത്യജിച്ച് ഒരു നൂതന ജന്മത്തിൽ കൂടെ ശുദ്ധമായ ഒരു പുനർജന്മം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ ഹിരണ്യഗർഭം നടത്തുന്നത്. ഹിരണ്യഗർഭം എന്ന ആശയം ആദ്യമായി പരാമർശിക്കപ്പെടുന്നത് മഹാപുരുഷ സൂക്തം, വിശ്വകർമ്മ സൂക്തം, നാരായണ സൂക്തം എന്നീ വേദഗ്രന്ഥങ്ങളിലാണ്. പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപത്തെയും എല്ലാത്തിന്റെയും ഉറവിടമായ ബ്രഹ്മത്തെയും പ്രതീകവൽക്കരിക്കുന്നു ഈ ചടങ്ങിലൂടെ. ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ക്രിയയ്ക്ക് ഇന്നിവിടെ സാക്ഷ്യം കുറിച്ചു. ഇവിടെ പ്രധാനമായിട്ടും ചെയ്ത ക്രിയയുടെ ഒരു ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ പല കോടി ജന്മം കൊണ്ടാണ്, അല്ലെങ്കിൽ കോടി ജന്മ പുണ്യം കൊണ്ടാണ് ഒരാൾക്ക് മനുഷ്യജന്മം സിദ്ധിക്കുക. അങ്ങനെ മനുഷ്യജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ വെച്ചാൽ ഈശ്വരപ്രാപ്തിയാണ്, ഭഗവാനെ അടയുകയാണ്. ആ ഭഗവാനെ അടയണമെങ്കിൽ ചിത്തം ശുദ്ധമാവണം. ചിത്തം ശുദ്ധമാവണമെങ്കിൽ എങ്ങനെയാ ചിത്തം ശുദ്ധമാവുക ചോദിച്ചാൽ സംസ്കാരങ്ങൾ കൊണ്ടാണ് ശുദ്ധമാവുക. ഈ സംസ്കാരം എങ്ങനെയാ നിശ്ചയിച്ചിരിക്കുക വെച്ചാൽ വേദമന്ത്രങ്ങൾ കൊണ്ടാണ് സംസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുക. അത് അതാത് പ്രായങ്ങളിൽ വേണ്ട പോലെ ഉചിതമായ സമയത്ത് ആചാര്യനെ വെച്ച് ആ സംസ്കാരങ്ങൾ ചെയ്യണം. പണ്ട് തിരുവിതാംകൂർ രാജാവിന്റെ പട്ടാഭിഷേകവുമായി ബന്ധപ്പെട്ടാണ് ചടങ്ങ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് കർമ്മദോഷവും ജാതകദോഷവും പരിഹരിക്കാനായാണ് നടത്തിയത്. കാലടി ശങ്കരമഠം ശേഷാദ്രി ശാസ്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ജനം, കോട്ടയം.